ഇറാനിയൻ പടക്കപ്പൽ കൊച്ചിയിൽ. IRIS-11 മാർച്ച് 4 മുതൽ കൊച്ചിയിൽ തുടരുന്നു. 183 നാവികരെ കൊച്ചിയിലെ നാവികസേനാ താവളത്തിലേക്ക് മാറ്റി. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ജിജീഷ്, കേൾക്കുന്നുണ്ടോ? ഇറാനിയൻ പടക്കപ്പൽ കൊച്ചിയിൽ തങ്ങുകയാണല്ലോ. IRIS-11 മാർച്ച് 4 മുതൽ കൊച്ചിയിൽ തുടരുകയാണ്. 183 നാവികരുണ്ട്. അവരെ കൊച്ചിയിലെ നാവികസേനാ താവളത്തിലേക്ക് മാറ്റിയതായാണ് വിവരം ലഭിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഇത് പരിശീലനത്തിനായി നേരത്തെ എത്തിയതാണ്. ശ്രീലങ്കൻ തീരത്ത് വെച്ച് US ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിൽ തകർന്ന IRIS ദേനയ്ക്ക് ഒപ്പം എത്തിയത് തന്നെയാണ്. ദേനയ്ക്ക് നേരെ US ആക്രമണം ശ്രീലങ്കൻ തീരത്ത് വെച്ച് നടക്കുകയും ആളപായം അടക്കം ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു ഈ ഒരു പടക്കപ്പൽ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്ത്യ ഇവർക്ക് സംരക്ഷണം നൽകുന്നത്. ഇറാൻ കപ്പലായ IRIS-11 ഇവിടെ തുടരുന്നത്. ദേനയ്ക്കൊപ്പം എത്തി. ഒപ്പം തന്നെ ഇന്ത്യയുടെ ആതിഥേയത്വം വഹിച്ച് എത്തിയതാണ്. വിവിധ പരിശീലന പരിപാടികളിലെല്ലാം തന്നെ ഒരുമിച്ച് പങ്കെടുത്തു. 4-ാം തീയതിയാണ്, മാർച്ച് 4-ന് പുലർച്ചെയായിരുന്നു കൊളംബോയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിൽ ദേനയിൽ നിന്നുള്ള അപായ സന്ദേശം ആദ്യം എത്തുന്നത്. തുടർന്നാണ് ദേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ യാത്ര തുടരാൻ തീരുമാനിച്ചിരുന്ന യാത്ര അവസാനിപ്പിച്ച് കൊച്ചിയിൽ തന്നെ തുടരുകയായിരുന്നു ഈ ഒരു കപ്പൽ. 183 നാവികരാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യൻ നാവിക കേന്ദ്രത്തിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരെ ഇന്ത്യയുടെ തന്നെ സംരക്ഷണയിൽ തുടരുകയാണ്. ഈ യുദ്ധഭീതി ഒഴിഞ്ഞതിന് ശേഷം, കാരണം ഏതൊരു സമയത്തും US ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകാമെന്ന ഒരു ഭയത്തിലാണ് ഇറാൻ കപ്പലിൽ ഉള്ള ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധ സാഹചര്യം മാറിയതിനു ശേഷമായിരിക്കും കപ്പൽ യാത്ര തുടരുകയെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുമിച്ച് എത്തിയ കപ്പൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. അതിൽ ദേനയ്ക്ക് നേരെയായിരുന്നു ശ്രീലങ്കൻ തീരത്ത് വെച്ച് ആക്രമണമുണ്ടായത്.